ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ അക്ഷരങ്ങളിലൂടെ വിസ്മയിപ്പിച്ച ആടുജീവിതം എന്ന കഥ ബ്ലസ്സി എന്ന സംവിധായകൻ തിരശ്ശീലയിലേക്ക് എത്തിക്കുമ്പോൾ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് ആ സിനിമയെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാം കൊണ്ടും നല്ല സിനിമയാണ്. നമ്മൾ വർഷാവർഷം ഇവിടെ വന്നിട്ട് ഈ കോംപ്ലക്സിൽ IFFK ഒക്കെ കാണാറുണ്ടല്ലോ, ലോക സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സിനിമ ലോക സിനിമയായി എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും വേദന, മനുഷ്യസ്നേഹം, മറ്റ് ഒരു അപരൻ്റെ വേദനയായിട്ടുള്ള താതാത്മ്യപ്പെടൽ, എല്ലാം കൊണ്ടും ഭയങ്കര അനുഭവമാണ് പടം. നിങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും. പൃഥ്വിരാജ് എന്ന ആക്ടർ, ഇതാണ് ഇന്ത്യൻ സിനിമ. പൃഥ്വിരാജ് എന്നുള്ള ആൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഉള്ള ഒരേ ഒരു മറുപടി ഇതാണ്. അങ്ങനെയൊന്നുമല്ല, ഇതാണ് പൃഥ്വിരാജിനെ യൂസ് ചെയ്തിട്ടില്ലാത്തതാണ്. ബ്ലസ്സി ബെസ്റ്റ് ഡയറക്ടർ എവർ. എനിക്കൊന്നും പറയാനില്ല. ബ്ലസ്സി ഇതാണ് ഡെഡിക്കേഷൻ. ഇങ്ങനെ ആയിരിക്കണം ഡയറക്ടേഴ്സ് ഒന്നും പറയാം. എൻ്റെ ഉള്ളിലെ പൃഥ്വിരാജ് ഫാൻ ഇപ്പം ബ്ലസ്സിയുടെ മാസ്റ്റർ ക്ലാസ് പടം അല്ലെങ്കിൽ മാസ്റ്റർ പീസ് പടം എന്ന് പറയാം. അതായത് കാഴ്ചയും തന്മാത്രയൊക്കെ നമുക്ക് തന്ന് നമ്മളെ ഒരുപാട് തിയേറ്ററിൻ്റെ അകത്ത് ഇരുത്തി കരയിപ്പിച്ച മനുഷ്യനാണ്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ തന്നെ ബെസ്റ്റ് ടോപ്പ് പടം. പൃഥ്വിരാജിൻ്റെ ഫിലിമോഗ്രഫി ഇനി ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ എത്ര പെർഫോം ചെയ്താലും ഈ സിനിമയിൽ അദ്ദേഹം ശരീരം പണയം വെച്ച് ഈ ഒരു അതായത് ആ ശരീരത്തിന് അത്രയും നജീബിന് വേണ്ടി കൊടുത്തു. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഒരു സീനിൽ കാണാം. അതേത് സീനൊന്നും ഞാൻ പറയുന്നില്ല. ആ സീന് നിങ്ങൾ തിയേറ്ററിൻ്റെ അടുത്ത് ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾ വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ കാണുമ്പോൾ അറിയാതെ അയ്യോ എന്ന് വിളിച്ചു പോകുമല്ലോ, അതുപോലെ നിങ്ങൾ വിളിച്ചു പോകും, നിങ്ങൾ കരഞ്ഞു പോകും. നിങ്ങൾ ആടുജീവിതം നോവൽ ബെന്യാമിൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ, വായിക്കാത്തവർക്ക് ഈ സിനിമ ഒടുക്കത്തെ ഫീലായിരിക്കും. വായിച്ചവർക്ക് നിങ്ങൾ മനസ്സിൽ കാണും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മുകളിൽ സിനിമയിൽ ബ്ലസ്സി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നായകനിൽ നിന്ന് നടനിലോട്ടുള്ള മാറ്റം പൃഥ്വിരാജ് അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. ഒന്നും പറയില്ല ബ്രോ, വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും എക്സ്ട്രീം ലെവലായിട്ടാണ് പടം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആർട്ടാണെങ്കിലും മേക്കിംഗ്, പിന്നെ പെർഫോമൻസ്, നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. ഒരു സാധനമില്ല. 10-ന് 10 കൊടുക്കും. 10 ഇപ്പം 100-ആണെങ്കിൽ 100 കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓസ്കാർ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് എന്തായാലും ഒരു ഓസ്കാർ ഡിസർവ് ചെയ്യുന്നുണ്ട്. അമ്മാതിരി സാധനമാണ്. ഇമോഷൻസ് ആണെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ റെയറായിട്ടാണ് ഫിലിംസ് കാണുമ്പോൾ എനിക്ക് കണ്ണീര് വരുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ലിറ്ററലി ഞാൻ കരഞ്ഞുപോയി. എന്ന് വെച്ചാൽ അത്രയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിലിം. ആണ് അവാർഡിന് കൺഫേം കാണാൻ, നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഓസ്കാർ പ്രതീക്ഷിക്കും. കാണാം, അത്രമാത്രം ഈ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും അവർ ഇത്രയും മാത്രം ടൈം എടുത്ത് ചെയ്ത പടമാണ്. ആ ടൈം എടുത്തതിൻ്റെ എഫേർട്ടും ഔട്ടും നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഈ പടം തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ പൃഥ്വിരാജിൻ്റെ ഒരു എന്താ പറയുക ലൈഫ് നമുക്കിത് കാണാൻ സാധിക്കും. തുടങ്ങുന്നത് എവിടെയാണോ തീരുന്നത് എവിടെയാണോ ആ പടത്തിൽ നമുക്ക് പൃഥ്വിരാജിനെ കാണാൻ സാധിക്കും. പൃഥ്വിരാജിൻ്റെ ഗ്രോത്ത് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നജീബ് എന്ന് പറഞ്ഞാൽ പുള്ളി ജീവിച്ച് തീർത്തൊരു കഥയാണ്. സോ അത് അത്ര മനോഹരമായിട്ട് പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് കുറച്ച് ഡ്യൂറേഷൻ, അവിടെയാണ് കഥ മെയിനായിട്ട് നടക്കുന്നത്. നമുക്ക് പോലും അവിടെ ഇരുന്നിട്ട് ടെൻഷൻ ബിൽഡ് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഗംഭീരം. നമ്മൾ ആ ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത് അത് അതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ സിനിമാറ്റോഗ്രാഫിക്കും മറ്റു കാര്യങ്ങൾക്കും പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിലാണ് നമുക്ക് അപ്പം നോക്കാം. നാഷണൽ അവാർഡ് പുള്ളി ഡിസേർവ്ഡാണ്. അതിൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇതുവരെ കണ്ട ട്രാൻസ്ഫോർമേഷൻ അല്ലാതൊരു സീനിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സീനായിരുന്നു ഏറ്റവും കൂടുതൽ കൈയടി. ഞാൻ പറയുന്നില്ല, ആ സീന് ഭയങ്കര ഭീകരമായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഇപ്പോൾ നമ്മളൊരു ബൾക്കി ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു നടനെ ഒരിക്കലും നമ്മൾ ആ ഒരു ഫിഗറിൽ കാണൂല. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളി അത് പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. സിനിമ ഒരു മലയാള സിനിമയ്ക്ക് ഒരു പൊൻതൂവലായിട്ട് വരുന്ന ഒരു സിനിമയാണ്. കാരണം രാജുവേട്ടൻ്റെ സൂപ്പറായിട്ടുള്ള ആക്ടിങ്, അതുകൊണ്ട് രാജുവേട്ടൻ്റെ ആ ഡെഡിക്കേഷനിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 30 കിലോ കുറച്ചിട്ടുള്ള ആ ട്രാൻസ്ഫോർമേഷൻ ക്ലിയറായി ആ മൂവിയിൽ കാണുന്നുണ്ട്. ആ എഫേർട്ട് നമുക്ക് തന്നെ അത്രത്തോളം ഫീലാവും. നമുക്ക് തന്നെ അറിയാം എത്രത്തോളം എഫേർട്ട് അതേ എടുത്തിട്ടുള്ളതെന്നുള്ളത്. അതുപോലെ ബ്ലസ്സിൻ്റെ മനോഹരമായ സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫി സുനിലിൻ്റെ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ ഗോകുൽ എന്ന ആ പയ്യൻ്റെ ആക്ടിങ്, അവൻ 8 ട്രാൻസ്ഫോർമേഷൻ, പൃഥ്വിരാജിൻ്റെ മാത്രമല്ല ഗോകുലിനെയും ഒരു ഹാറ്റ്സപ്പ് കൊടുത്തേ ഉള്ളൂ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിമ്മി ജീനിൻ്റെ ആക്ടുണ്ട്, ആ പുള്ളിയുടെ റോളും വളരെ മനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ഒരു രക്ഷയും ഉറപ്പായിട്ട് ഒരുപാട് അവാർഡുകൾ വരാൻ പോകുന്നൊരു പടമാണ്. എന്നുവെച്ചാൽ അത്ര മനോഹരമായിട്ടാണ് രാജുവേട്ടൻ്റെ ആക്ടിങ്. രാജുവേട്ടൻ്റെ വേറെ എനിക്ക് തോന്നുന്നത് കരിയർ ബെസ്റ്റാണ്. രാജുവേട്ടൻ്റെ കരിയർ ബെസ്റ്റ് മൂവിയാണ്. പിന്നെ അതുപോലെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് കൂടെ വന്നുകൊണ്ട് നമുക്ക് ആ ഇമോഷണൽ എന്ന് വെച്ചാൽ നമ്മളെ കണ്ണ് നനയാതെ ഒരാളും ഇറങ്ങത്തില്ല.
അത് നമ്മൾ പൃഥ്വിരാജ് എന്നുള്ളൊരു നടൻ എന്നുള്ളൊരു ആ പേര് നമ്മൾ ഇതിൽ വരുന്നില്ല, ആ ക്യാരക്ടർ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നമുക്കത് ആ നജീബ് മാത്രം നമുക്ക് ആ ഫീല് വരത്തില്ല. അത്രയ്ക്കാണ് നല്ല ഡെപ്ത് കൊടുത്ത് അതിൻ്റെ അകത്ത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ ഉള്ളിൽ നമുക്ക് നല്ല ഫീൽ ഉണ്ടാക്കിയെടുക്കും. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടൻ്റെ കാലിബർ നമുക്ക് ഇതിൽ തന്നെ കാണാം. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാനൊരു പടമാണ്. ഇഴച്ചിൽ അങ്ങനെ ഒന്നും വിചാരിക്കില്ല, ഇതൊരാളുടെ ജീവിതമാണ്. അതാണ് ആട് ജീവിതം എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട പടമാണ്. പൃഥ്വിരാജ് നല്ല അഭിനയം, ഒരു അവാർഡിനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. സിനിമ കൊള്ളാം, നല്ല സിനിമയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതെ അതെ. ഒരു ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു മൊത്തമായ ഒരു ചിത്രമാണ്. അപ്പോൾ അതിൽ പൃഥ്വിരാജ് വളരെ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാഡ് ഫീലാണ് മൊത്തത്തിലുള്ളത്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ദുഃഖം വരും, അങ്ങനെയുള്ളൊരു ഫീലാണ്.